നമസ്കാരം. തിയേറ്ററുകളിൽ വിജയകരമായിട്ട് 5-ാം ദിവസം പിന്നിടാൻ ഒരുങ്ങുകയാണ് മമ്മൂക്ക, വൈശാഖ്, മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ടിലെത്തിയ ടെർബോ എന്ന ചിത്രം. ഇന്ന് മമ്മൂട്ടി കമ്പനി തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആഗോള കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിട്ടിരുന്നു. 52 കോടി രൂപയോളമാണ് ചിത്രം 4 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ടെർബോ എന്ന ചിത്രം സ്വന്തമാക്കിയത് 17 കോടി 95 ലക്ഷം രൂപയാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ UAE കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. 4 ദിവസത്തെ UAE കളക്ഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ടെർബോ സിനിമയുടെ UAE കളക്ഷൻ അപ്ഡേറ്റ് പ്രകാരം 4 ദിവസത്തെ UAE കളക്ഷൻ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. 4 ദിവസങ്ങൾ കൊണ്ട് UAEയിൽ ചിത്രം കണ്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 1,21,000 പരം ആൾക്കാരാണ്. അപ്പോൾ UAE കളക്ഷനിലേക്ക് പോകുമ്പോൾ 4 ദിവസങ്ങൾ കൊണ്ട് ടെർബോ ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് 11 കോടി 60 ലക്ഷം രൂപയാണ്. സൂപ്പർ വീക്കെൻഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം അവിടെ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് GCC ഓവർസീസ് കളക്ഷൻ അപ്ഡേറ്റിന് വേണ്ടിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഏകദേശം 40 കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന വൻപൻ സിനിമയായ ടെർബോ വൻപൻ വിജയത്തിലേക്കാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നും കുതിക്കുന്നത്. ചിത്രത്തിന്റെ 5-ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ചയായ ഇന്നും മികച്ച ബുക്കിംഗ് തന്നെയാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത്. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രം കാണാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് തിയേറ്ററുകളിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ 5-ാം ദിവസമായ വർക്കിംഗ് ഡേയിൽ പോലും ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് ഇതോടെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നും ചിത്രത്തിന് 2 കോടിക്ക് മുകളിൽ ഒരു കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ ചിത്രം 4 ദിവസങ്ങൾ കൊണ്ട് GCCയിൽ നിന്നും ഓവർസീസിൽ നിന്നും എത്ര കോടി വരെ കളക്ട് ചെയ്തിട്ടുണ്ടാവും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.